അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ലാളിച്ച് കൊഞ്ചിച്ച് ഓമനിച്ച് വളർത്തിയ പൊന്നുമോളെ വിവാഹം കഴിപ്പിച്ചു. ഏറെ പ്രതീക്ഷയിലായിരുന്നു സ്വന്തം മകളെ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ മാസം ഭർത്താവിൻ്റെ വീട്ടിൽ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയാണ്. വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ മാസം. അപ്പോൾ അത് എന്തായിരിക്കും സംഭവം? ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അന്നേ പറഞ്ഞിരുന്നു ഇത് കൊലപാതകമാണെന്ന്. വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ മാസം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇത് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? ആ കേസ് ശരിക്കും തെളിയുക തന്നെ വേണം. ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഇതിൽ പോലീസുകാര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ്. മാതാപിതാക്കളുടേത് വെറും ആരോപണമെന്നാണ് പോലീസുകാർ പറയുന്നത്. ഈ 3-ാം മാസം ഈ പെൺകുട്ടി അപ്പോൾ എന്തിനായിരിക്കും മരണപ്പെട്ടത്? അത് നമുക്കറിയണ്ടേ. കാളിക്കാവ് പള്ളിശ്ശേരി റഷീദയുടെയും അഷ്റഫിൻ്റെയും മകൾ നാദിയയാണ് ഇതുപോലെ മരണപ്പെട്ടത്. വെറും 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുട്ടി എന്തിന് മരണപ്പെട്ടു എന്നെങ്കിലും നമുക്കറിയണ്ടേ. വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ മാസം ആ കുട്ടി ഇത് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്നുണ്ടാവില്ലേ? അതിനുവേണ്ടിയാണ് മാതാപിതാക്കൾ ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അതിന് നിയമം കൂടെ നിൽക്കണമെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. നല്ലൊരു കേസന്വേഷണം തന്നെ ഉണ്ടാവണം. പറ്റുമെങ്കിൽ ക്രൈംബ്രാഞ്ചിന് തന്നെ ഇത് ഏൽപ്പിക്കണമെന്ന് മാതാപിതാക്കൾ പറയുകയുണ്ടായി. അത് തന്നെ വേണം. അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് എന്താണ് വില? നായയും പൂച്ചയും ചത്തുപോകുന്നത് പോലെ മനുഷ്യരും ചത്തുപോവുകയാണ്. അത് സമ്മതിക്കാൻ പാടില്ല. ആ കുടുംബത്തിന്റെ, ആ മാതാപിതാക്കളുടെ വേദനയിലാണ് ഞാനും നിങ്ങളും ഇന്ന് പങ്കുചേരുന്നത്. 2025 ഒക്ടോബർ 20-നായിരുന്നു നാദിയുടെ വിവാഹം കഴിയുന്നത്. 2026 ജനുവരി 29-ന് പുലർച്ചെ നാദിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതും ഭർത്താവിൻ്റെ വീട്ടിൽ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കാണുകയായിരുന്നു അത്രേ. മാതാപിതാക്കൾ ഇതിൻ്റെ നിയമവശവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുട്ടി ഇതെന്തിനു ചെയ്തു എന്ന് അറിയാനുള്ള അർഹത അവർക്കുണ്ട്. 20 വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ. മാതാപിതാക്കൾക്ക് അറിയുന്നത്ര നമുക്കറിയില്ലല്ലോ. സംഭവത്തിന്റെ നിഗൂഢതകൾ പുറത്തു വരണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നായിയും പൂച്ചയും ഒക്കെ ചത്തതുപോലെ ആ കണക്കിൽ നമ്മളെയും പെടുത്തും. അങ്ങനെ വരാൻ പാടില്ല. ഈ ഒരു മരണവാർത്ത മുമ്പ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ ഗൗരവം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനിയും ആ ഒരു കേസിന്റെ സത്യാവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചില്ല. പടച്ചറബി എത്രയും പെട്ടെന്ന് സത്യാവസ്ഥ തെളിയിപ്പിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മരണം നിങ്ങൾ അറിഞ്ഞോ? ഇത് ഇരട്ട കുട്ടികളാണ്. വല്ലാതെ സങ്കടം തോന്നിയ ഒരു മരണവാർത്തയായിരുന്നു ഇത്. ഈ 2 ഇരട്ട കുട്ടികളും ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു. പാവം മക്കൾ ഒന്നും അറിയാതെ മരണപ്പെട്ടു പോയി. എന്തൊക്കെയോ അബദ്ധങ്ങൾ കാണിച്ച് ആ 2 മക്കൾ മാത്രമല്ല, ആ കുടുംബത്തിലെ ഈ മക്കളടക്കം 4 പേരാണ് മരണപ്പെട്ടത്. എന്താണ് സംഭവം എന്നറിയില്ലേ? വീടിനുള്ളിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു വെച്ചു. നോക്കണേ, വീടിനുള്ളിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു വെച്ചാൽ എന്തായിരിക്കും സംഭവം ഉണ്ടാകുക? ആ എൻജിൻ്റെ പുക വീടിലാകെ നിറഞ്ഞ് അത് ശ്വസിച്ചാണ് ഈ 2 ഇരട്ട കുട്ടികളും കുടുംബത്തിലെ വേറൊരു 2 പേരും മരണപ്പെട്ടത്. തൻ്റെ മോട്ടോർ സൈക്കിൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയതിന് ശേഷം ആ മെക്കാനിക്ക് പറഞ്ഞത്രേ, ആ മെക്കാനിക്ക് പറഞ്ഞ നിർദ്ദേശമാണ് ഈ ഒരു വലിയൊരു ദുരന്തത്തിന് കാരണമായത്. മോട്ടോർ സൈക്കിൾ രാത്രി മുഴുവൻ സ്റ്റാർട്ട് ചെയ്തു വെക്കാൻ മെക്കാനിക്ക് ഉപദേശിച്ചു അത്രേ. അങ്ങനെയാണ് ഇയാള് വീടിനുള്ളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു വെച്ചത്. കുട്ടികളും മുത്തശ്ശനും ഉറങ്ങുന്ന മുറിയുടെ വാതിലും ജനാലകളും പൂർണ്ണമായും അടച്ചതിന് ശേഷം ഇയാളും ഇയാളുടെ ഭാര്യയും വീടിന്റെ ടെറസിൽ ഉറങ്ങാൻ പോയി. രാത്രി മുഴുവനും ഈ ബൈക്ക് പ്രവർത്തിച്ചതോടെ മുറിക്കുള്ളിൽ പുക നിറയുകയായിരുന്നു. മാരകമായ കാർബൺ മോണോക്സൈഡ് വാതകം രൂപപ്പെടുകയായിരുന്നു. വായുസഞ്ചാരമില്ലാത്ത മുറിയിൽ പുക നിറഞ്ഞതോടെ ഉറക്കത്തിൽ തന്നെ പാവം 4 പേരും, ആ കുഞ്ഞടക്കം, മരണപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കാണുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവം നടന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലാണ്. ഞായറാഴ്ചയായിരുന്നു ഈ ഒരു നാടിനെ നടുക്കിയ ഒരു സംഭവം നടന്നത്. ആ പാവം കുഞ്ഞു മക്കളെ കാണുമ്പോഴാണ് ഏറെ സങ്കടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, അത് എവിടെ നിന്നായാലും മക്കളെ മാറ്റി നിർത്തി വെച്ചേക്കണം. ഈ ഒരു പുകയിൽ അടങ്ങിയിരിക്കുന്ന, നമ്മളൊക്കെ പഠിച്ചതാണ്, കാർബൺ മോണോക്സൈഡ് എന്ന ഈ ഒരു വാതകം നിറമോ മണമോ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവില്ല. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മക്കളെ അങ്ങ് മാറ്റിയേക്കണം. മക്കൾക്കൊക്കെ ചെറുങ്ങനെ മതിയെന്നേ. ഇത്തരം പ്രവൃത്തികൾ പ്രത്യേകം ഒഴിവാക്കുക. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. പടച്ച റബ്ബ് എല്ലാവരെയും കാക്കട്ടെ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.